ഞങ്ങളുടെ ബ്രാഞ്ചുകൾ തൃശൂർ, വടക്കഞ്ചേരി, ആലത്തൂർ, അത്തിപ്പറ്റ, ഒറ്റപ്പാലം, പട്ടാമ്പി. ന്യൂ ബ്രാഞ്ച് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ പാലക്കാട്. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലബോറട്ടറി മേഖലയെ സംരക്ഷിക്കണമെന്ന് KPLOF ആവശ്യപ്പെട്ടു. പാലക്കാട് നടന്ന ജില്ലാ കൺവെൻഷൻ സലീൽ മുക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓർഡിനൻസ് അതേപടി നടപ്പിലാക്കിയാൽ കേരളത്തിലെ ആയിരക്കണക്കിന് ലബോറട്ടറി ടെക്നീഷ്യന്മാരുടെ തൊഴിൽ നഷ്ടപ്പെടാനും നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും സാഹചര്യമുണ്ടാകും. ആയതിനാൽ നിയമം നടപ്പിലാക്കുമ്പോൾ നിലവിലുള്ള സ്ഥാപനങ്ങളുടെയും ടെക്നീഷ്യന്മാരുടെയും നിലനിൽപ്പ് ഉറപ്പുവരുത്തണമെന്നും കേരള പാരാമെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജില്ലാ കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി സലീം മുക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VP ഷിബു അധ്യക്ഷനായി. അംഗം ഗിരീഷ്, KN ഷാജി, പത്മശ്രീ S കുമാർ, S അലീമ, V ഷിബു എന്നിവർ സംസാരിച്ചു. 5000-ഓളം മെഡിക്കൽ സ്ഥാപനങ്ങൾ കേരളത്തിൽ അടച്ചുപൂട്ടും. ഏകദേശം 1000-ഓളം സ്ഥാപനങ്ങൾ മാത്രമാണ് കേരളത്തിൽ തുടർന്ന് പ്രവർത്തിക്കാനാകുക. വലിയ പോരാട്ടവും പ്രതിഷേധവും സമ്മർദ്ദങ്ങളും സമരങ്ങളും കൂടിച്ചേരലുകളും ബുധനാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ്ടും വിളിച്ചിട്ടുണ്ട്. പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് അതിശക്തമായ സമരങ്ങളുമായി സമ്മർദ്ദങ്ങളുമായി നമ്മൾ 1 വർഷമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 2023 മെയ് മാസം 31-ാം തീയതിയാണ് പഠിച്ച് നന്നായി ഹോംവർക്ക് ചെയ്ത് നമ്മൾ എന്തു പറയണം, നമ്മളുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ടെക്നീഷ്യന്മാരുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ പഠിച്ച് അത് അവതരിപ്പിച്ചു. നമ്മൾ പറയുന്നതെല്ലാം 100% ശരിയാണ് എന്ന് സർക്കാർ